بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട ആദ്യ കർമ്മങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചത്. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ കണ്ണ് തിരുമ്മി അടക്കുക, അതുപോലെ തന്നെ ഒരു നാട കൊണ്ട് താടി കെട്ടുക, മുർദാവിലേക്ക് താടി കെട്ടുക, സന്ധികളെ മയപ്പെടുത്തുക, ജോയിൻറ്റുകളെ നിവർത്തുകയും മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കൈകാലുകളിൽ, കൈകളാണെങ്കിൽ വിരലുകളും അതുപോലെ തന്നെ കൈക്കുഴയും മുഴങ്കൈയിനെ തോളിലേക്കും ഇങ്ങനെ കൈയും അതുപോലെ തന്നെ കാലുകളുമെല്ലാം അതിലെ ജോയിൻറ്റുകളെ മടക്കുകയും നീർത്തുകയും ചെയ്തുകൊണ്ട് അതിന് കുളിപ്പിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും എളുപ്പമാകാൻ വേണ്ടി അപ്രകാരം ചെയ്യുക ഇത്യാദി കാര്യങ്ങൾ. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത്, നെഞ്ചിൽ കെട്ടണമോ അതല്ല നേരെ വെക്കണമോ, ഷാഫി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും അഭിപ്രായങ്ങൾ നാം പറയുകയുണ്ടായി. പിന്നീട് മരണസമയം ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ നീക്കുകയും മയ്യത്തിൻ്റെ ശരീരമാകെ മറ്റൊരു വസ്ത്രം കൊണ്ട് മൂടിയിടുകയും വേണം. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ കാണാം, വസത്രു ജമീഇ ബദനിഹി, ശരീരം മുഴുവനും, മയ്യത്തിൻ്റെ ശരീരം മുഴുവനും മറക്കണം. എന്നാൽ ഇല്ലാ റഅസൽ മുഹരിമി വവജ്ഹുൽ മുഹരിമ, മുഹരിമിൻ്റെ ഹജ്ജിനും ഉംറയ്ക്കുമെല്ലാം ഇഹ്റാം ചെയ്ത, അതിൽ പ്രവേശിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത ആ വ്യക്തികൾ മുഹരിം, അങ്ങനെയുള്ള പുരുഷൻ്റെ തല മറക്കരുത്, സ്ത്രീയുടെ മുഖവും മറക്കരുത്. അല്ലാത്ത എല്ലാവരുടെയും ശരീരം മുഴുവനും മറക്കണം. എന്തുകൊണ്ട് മറക്കണം? ബിസൗബിൻ ഖഫീഫിൻ, കനം കുറഞ്ഞ വസ്ത്രം കൊണ്ട്. അപ്പോൾ കട്ടി കൂടിയ വസ്ത്രം കൊണ്ടല്ല, കട്ടി കുറഞ്ഞ വസ്ത്രം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കട്ടി കൂടിയ വസ്ത്രമാണെങ്കിൽ ഫൈനഹു യുഹമീഹി ഫയുഗയ്യിറുഹു, അത് ശരീരത്തെ ചൂട് പിടിപ്പിക്കും. അപ്പോൾ ശരീരത്തിന് പകർച്ചയുണ്ടാകും, വ്യത്യാസം വരാൻ കാരണമാകും. അതുകൊണ്ട് കനം കുറഞ്ഞ, എന്ന് വെച്ചാൽ ഔറത്ത് ഒഴിവാകുന്ന രീതിയിലുള്ള വസ്ത്രമല്ല, കനം കുറഞ്ഞതായിരിക്കണം എന്നർത്ഥം. എപ്പോഴാണ് ഈ കട്ടി കുറഞ്ഞ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മറക്കേണ്ടത്? ബഅദ നസ്ഇ സിയാബിഹി, മയ്യത്തിൻ്റെ ശരീരത്തുണ്ടായിരുന്ന വസ്ത്രം നീക്കിയതിന് ശേഷം. ഐ വനുസിഅത് അൻഹു സിയാബുഹു അല്ലത്തി മാത ഫിഹ, മയ്യത്ത് ധരിച്ചിരുന്ന, മരിക്കുമ്പോൾ ധരിച്ചിരുന്ന ആ വസ്ത്രത്തെ മയ്യത്തിൽ നിന്നും നീക്കണം. ബിഹൈസു ലാ യുറാ ബദനുഹു, ശരീരം കാണാത്ത നിലയിൽ ആ വസ്ത്രം നീക്കണം. ഫൈന്നഹ ഐ സിയാബുഹു അല്ലത്തി മാത ഫിഹ തസ്റഉ ഇലൈഹിൽ ഫസാദു, ധരിച്ച വസ്ത്രത്തിൽ തന്നെ മയ്യത്ത് കിടക്കുമ്പോൾ ആ മയ്യത്തിന് ശരീരത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ വസ്ത്രം നീക്കുക തന്നെ വേണം. അപ്പോൾ ശരീരം മുഴുവനും ഒരു വസ്ത്രം കൊണ്ട്, കട്ടി കുറഞ്ഞ വസ്ത്രം കൊണ്ട് മൂടുക. ഇതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള വയജഅലു തർഫ സൗബി തഹത റഅസിഹി വ തർഫഹുൽ ആഖറ തഹത റിജ്ലിഹി, തലയുടെ താഴ്ഭാഗത്ത് വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തലയുടെ ഭാഗത്തേക്ക് വെക്കുക, വസ്ത്രത്തിൻ്റെ മറ്റേ ഭാഗം രണ്ട് കാലിൻ്റെ താഴ്ഭാഗത്തും വെക്കുക. എന്തിനില്ല അല്ല യങ്കശിഫ, ആ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹദി വർഗ്ഗ പറയുന്നുണ്ട്, സുജിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം മുഴുവനും മൂടപ്പെട്ടിരുന്നു. ഹീനമാത, മരണപ്പെട്ടപ്പോൾ, ബിസൗബി ഹിബ്രത്തിൻ വഹു മിൻ ബുറൂദിൽ യമൻ,
ഒരുതരം യമനി വസ്ത്രം കൊണ്ട് മഹാനീയ പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ ശരീരം മുഴുവനും മൂടിയിടപ്പെട്ടിരുന്നു എന്ന് മഹദി ആയിഷ ബി റളിയല്ലാഹു തആല പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹനഫി മദ്ഹബിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വയസ്തുറു ഔറത്തഹു, മയ്യത്തിന്റെ ഔറത്ത് മറക്കണം. ഐ മാബൈന സുറത്തിഹി ഇലാ റുക്ബത്തൈഹി, പുക്കിള് മുതൽ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം വരെ. അപ്പം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നീക്കി ഗോപ്യസ്ഥാനം ഔറത്ത്, പുക്കിള് മുതൽ മുട്ടുകാലിൻ്റെ അല്പം താഴ്ഭാഗം വരെ ഒരു തുണി കൊണ്ട് മറക്കൽ നിർബന്ധമാണ്. ദേഹം മുഴുവനും, ശരീരം മുഴുവനും കട്ടി കുറഞ്ഞ ഒരു തുണി കൊണ്ട് മറക്കൽ സുന്നത്താണ്. അപ്പം രണ്ട് മദ്ഹബിലും ശരീരം മുഴുവനും മറക്കണം. ഔറത്ത് മറക്കൽ ഹനഫി മദ്ഹബിൽ പറയുന്നു ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്നും ശരീരം മുഴുവനും മറക്കൽ സുന്നത്താണ്. എന്തായാലും രണ്ട് മദ്ഹബിലും ശരീരം മുഴുവനും മറക്കണം. മരണപ്പെട്ട ആ വ്യക്തിയുടെ ശരീരം മുഴുവനും മറച്ചിടണം. സ്ത്രീ ആണെങ്കിലോ, മയ്യത്ത് സ്ത്രീ ആണെങ്കിൽ ആഭരണം വല്ലതൊക്കെ ശരീരത്ത് കാണും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ദേഹത്ത് നിന്ന്, ശരീരത്തിൽ നിന്ന് നീക്കണം. അത് നീക്കിക്കഴിഞ്ഞിട്ട് ശരീരം മുഴുവൻ കട്ടിയുള്ള ഒരു തുണി കൊണ്ട് മറക്കൽ നിർബന്ധമാണ്. സ്ത്രീയും പുരുഷനും വ്യത്യാസമുണ്ട്. അപ്പം കട്ടി കുറഞ്ഞ വസ്ത്രം പുരുഷന്മാർക്കെന്ന് പറഞ്ഞാലും ശരീരത്തിൻ്റെ നിറം കാണുന്ന ആ ഔറത്തൊക്കെ വെളിവാകുന്ന രീതിയിലാകരുത് എന്ന് മാത്രം. പുരുഷനും സ്ത്രീയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവനും എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കണ്ണ് തിരുമ്മി അടച്ചു, നാട കൊണ്ട് വാ തുറന്നിരിക്കാതിരിക്കാൻ, വാ തുറന്നിരിക്കുമ്പോൾ വായുടെ ഉള്ളിലേക്ക് പ്രാണികളൊക്കെ കടന്നു പോകും. അതിനൊക്കെ തടയാനും മറ്റുള്ള കാണികൾക്ക് അതൊരു മോശമായ അവസ്ഥയായിട്ട്, ഭീകരമായ മോശമായ അവസ്ഥയായിട്ട് തോന്നാതിരിക്കാനുമൊക്കെയാണ് ഈ നാട കെട്ടണം, വായ അടച്ച് നാട കെട്ടണം എന്നൊക്കെ പറയുന്നത്. അത് രണ്ട് മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. സന്ധികളൊക്കെ മയപ്പെടുത്തണം, ജോയിൻറ്റുകളൊക്കെ മയപ്പെടുത്തണം, ശരീരം മുഴുവനും മറക്കണം. ഷഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും. എന്നാൽ ഹജ്ജിന് ഉംറക്ക് ഇഹ്റാം ചെയ്ത വ്യക്തികൾ ആ അവസരത്തിലാണ്, ഇഹ്റാമിലാണ് അവരെങ്കിൽ പുരുഷനാണെങ്കിൽ അയാളുടെ തല മറക്കാൻ പാടില്ല, സ്ത്രീ ആണെങ്കിൽ അവരുടെ മുഖവും മറക്കാൻ പാടില്ല. കനം കുറഞ്ഞ വസ്ത്രം കൊണ്ടാണ് മറക്കേണ്ടത്. കനം കുറഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് കട്ടി കൂടിയ വസ്ത്രമാണെങ്കിൽ അത് ശരീരം ഹീറ്റാകും, ചൂടാകും. അപ്പോൾ ശരീരത്തിന് വ്യത്യാസം വരും, ജീർണതയൊക്കെ പെട്ടെന്ന് ആ ശരീരത്തിന് പകർച്ച വരും. അപ്പം ധരിച്ചിരുന്ന വസ്ത്രം നീക്കിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ നീക്കുമ്പോൾ ശരീരം കാണാത്ത രീതിയിൽ വേണം നീക്കാൻ. ആ ശരീരം മൂടിയിടുമ്പോൾ തലയുടെ ഭാഗത്ത് അടിയിലേക്ക് വസ്ത്രം തിരികെ വെക്കുക. കാൽഭാഗമാണെങ്കിൽ കാൽഭാഗത്തിൻ്റെ ഭാഗത്ത് രണ്ട് കാലിൻ്റെയും അടിയിലേക്ക് വെക്കുക. അത് വസ്ത്രം തുറന്നു പോകാതിരിക്കാൻ വേണ്ടി. ആദ്യം മുതൽ അവസാനം വരെ കാണികൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ തുറന്നിടുന്ന ഒരവസ്ഥ. ആരെങ്കിലും അത്യാവശ്യമായിട്ട് കാണൽ നിർബന്ധമായവരാണെങ്കിൽ അവർക്ക് കാണിക്കുക, അടച്ചിടുക എന്നല്ലാതെ കണ്ടിങ്ങനെ തുറന്നിങ്ങനെ വെക്കുന്നത് നല്ല രീതിയല്ല. ഇപ്രകാരമൊക്കെ ചെയ്യുക. അപ്പോൾ ഷാഫി മദ്ഹബിൻ്റെയും ഹനഫി മദ്ഹബിൻ്റെയും രീതികളാണ് നമ്മൾ സംസാരിച്ചത്. അർഹമുർ റഹീമിനായ തമ്പുരാൻ മരണപ്പെട്ടവരോടുള്ള കടപ്പാടുകൾ ചെറുതും വലുതുമായ, നിർബന്ധമായതും സുന്നത്തുമായതുമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കടപ്പാടുകൾ നിർവഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമും പള്ളിയുമായും എല്ലാം ബന്ധപ്പെട്ടവർ, കുടുംബാദികളുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ടവർ, സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, അർഹമുർ റഹീമിനായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല മൂമിനായി മുസ്ലിമായി ജീവിച്ച് മൂമിനായി മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ.
അർഹമുർ റഹീമിനായ തമ്പുരാൻ നമ്മുടെ കുടുംബാദികളോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്നും അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഹറാമാക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.